അമേരിക്ക എന്ന ലോകശക്തി ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദത്തെയാണ് അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏഷ്യൻ ശക്തികളെയാണ് അമേരിക്ക ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏഷ്യയും അമേരിക്കയും കാനഡയും ഉൾപ്പെടുന്ന നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡവും തമ്മിലുള്ള ഒരു കമ്പാരിസണും അതോടൊപ്പം എന്തുകൊണ്ട് അമേരിക്ക ഏഷ്യൻ ശക്തികളെ ഭയപ്പെടുന്നു എന്ന കാര്യങ്ങളുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിവേഗത്തിൽ വളരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ റിസ്ക് ഇല്ലാതെ നിക്ഷേപിച്ച് ലോങ് ടേമില് നല്ല റിട്ടേൺ നേടാൻ സാധ്യതയുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. മാക്സ് ലൈഫിന്റെ നിഫ്റ്റി 500 മൊമെന്റം 50 NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് NAV 10 രൂപ മാത്രമാണ്. ഈ മാസം 31 വരെ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അത് കഴിഞ്ഞാൽ പറ്റില്ല. ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മറ്റൊരു ഭാഗം സ്മോൾ മിഡ് ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പണം സേഫ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേണും കിട്ടും. ഈ ഇൻഡെക്സിന്റെ മുൻകാല പെർഫോമൻസ് നോക്കിയാൽ 2014 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 9.3 ലക്ഷം രൂപയായേനെ. അതുപോലെ തന്നെ 2023 ഫെബ്രുവരിയിലെ പ്യൂർ ഗ്രോത്ത് ഫണ്ട് നോക്കുകയാണെങ്കിൽ അത് 40% റിട്ടേൺസ് ആണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. അതുപോലെ NRI ആയിട്ടുള്ളവർ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ തുക മാറ്റിവെച്ചാൽ 2 മുതൽ 3 കോടി വരെ റിട്ടേൺ കിട്ടാനും സാധ്യതയുണ്ട്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിക്ഷേപം നടത്താവുന്നതാണ്. ഏഷ്യ ലോകത്തെ ഏറ്റവും വലിയ ഭൂഖണ്ഡം. അത് വിസ്തൃതിയുടെ കാര്യത്തിലാണെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും ഭൂമിയിലെ ആകെയുള്ള ജനസംഖ്യയുടെ 30% ഉൾപ്പെടുന്നത് ഏഷ്യയിലാണ്. 44 മില്യൺ കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന് ഉള്ളത്. ഏഷ്യൻ ഭൂഖണ്ഡം ഭൂമിയിലെ ഏറ്റവും മഹത്തായ എല്ലാ സംസ്കാരങ്ങളും ഉടലെടുത്ത ഭൂഖണ്ഡമാണ്. എല്ലാ പുരാതനമായ മഹത്തായ സംസ്കാരങ്ങളും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് രൂപം കൊണ്ടത്. എന്തിനേറെ പറയുന്നു, ഇന്ന് ലോകം ഭരിക്കുന്നത് മതങ്ങളാണല്ലോ. ലോകം ഭരിക്കുന്ന ആ മതങ്ങൾ രൂപം കൊണ്ടതും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ജൂതമതം, ഷിൻഡോ ജപ്പാനിലെ പ്രധാനപ്പെട്ട മതമാണ്. അതോടൊപ്പം തന്നെ ചൈനയിലുള്ള താവോയിസം, കൺഫ്യൂഷ്യാനിസം തുടങ്ങിയ മതങ്ങളെല്ലാം 10-ലധികം ലോകത്തെ പ്രബലമായ മതങ്ങൾ രൂപം കൊണ്ടത് ഏഷ്യയിലാണ് എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഭൂമിയിലെ പ്രബലമായ സംസ്കാരങ്ങളുടെ എല്ലാം കളിത്തൊട്ടിൽ ഏഷ്യയാണെന്നതും മറ്റൊരു അത്ഭുതമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ലോകത്തെ ഏറ്റവും പുരാതനമായ ഏറ്റവും മഹത്തായ സംസ്കാരങ്ങളിലൊന്ന് രൂപം കൊണ്ടത് ഇന്ത്യയിലാണ്, ഏഷ്യയിലാണ്. വേദിക് സിവിലൈസേഷൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ രൂപം കൊണ്ട മറ്റൊരു സിവിലൈസേഷനാണ്. ഏൻഷ്യന്റ് ചൈനയിലെ സിവിലൈസേഷൻസ്, മെസപ്പൊട്ടോമിയയിലെ സിവിലൈസേഷൻസ്, പേർഷ്യൻ എംപയർ, മൗര്യ എംപയർ, ഹാൻ ഡൈനാസ്റ്റി, ഗുപ്ത എംപയർ, ഏൻഷ്യന്റ് ജപ്പാൻ, ദ്രവീഡിയൻ സംസ്കാരം, അതോടൊപ്പം തന്നെ ഏൻഷ്യന്റ് വിയറ്റ്നാം, കൊറിയ, അങ്ങനെ മഹത്തായ പല സംസ്കാരങ്ങളും രൂപം കൊണ്ടതാണ്. ഒരു കാലത്ത് ഏറ്റവും സമ്പന്നമായ ഭൂഖണ്ഡവും ഏഷ്യൻ ഭൂഖണ്ഡം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും ഇതര യൂറോപ്യൻസും ഏഷ്യയെ തേടി നടന്നത്, ഇന്ത്യയെ തേടി നടന്നത്, ഇന്ത്യയിലെ സമ്പത്ത് തേടി നടന്നത്. എന്തിനാണ് ഇന്ത്യയെ തേടി നടന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശം ഇന്ത്യ ആയിരുന്നു എന്നതുകൊണ്ടാണ്. ഇന്ത്യയും ചൈനയും ജപ്പാനും കൊറിയയും വിയറ്റ്നാമും ഇറാനും ഇറാഖും ഇസ്രയേലും സൗദിയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒക്കെ തന്നെ സാംസ്കാരികമായി വലിയ സ്വാധീനം ഈ ഭൂഖണ്ഡത്തിൽ ചെലുത്തിയിട്ടുണ്ട്. സമ്പന്നമായും ഏറെ മുന്നിലാണ്. നോർത്ത് അമേരിക്കയുടെ കാര്യമെടുത്താൽ മായ സിവിലൈസേഷനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലൈസേഷൻസിൽ ഒന്നെന്ന് പറയുന്നത്. മിസിസിപ്പിയൻ സിവിലൈസേഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട പുരാതന സംസ്കാരമായി കാണപ്പെടുന്നത്. ആസ്ടെക് സിവിലൈസേഷനും മറ്റൊരു പ്രധാനപ്പെട്ട അവിടുത്തെ സിവിലൈസേഷനായി കാണാം. ദ ഇൻക സിവിലൈസേഷൻ അതോടൊപ്പം തന്നെ നോർത്ത് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു സിവിലൈസേഷനാണ്. ഇപ്പോൾ ഏഷ്യയും അതോടൊപ്പം തന്നെ നോർത്ത് അമേരിക്കയും ഭൂഖണ്ഡങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കുറെ കൂടി മഹത്തായ ഒരു കൾച്ചറും പാരമ്പര്യവും അല്ലെങ്കിൽ വിശാലമായ പുരോഗതി പ്രാപിച്ച സംസ്കാരങ്ങളുമൊക്കെ ഏഷ്യയിലാണുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ ഇന്ന് ഏഷ്യയും നോർത്ത് അമേരിക്കയും എങ്ങനെയാണ്? നോർത്ത് അമേരിക്കയിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ 1 അമേരിക്ക, മറ്റൊന്ന് കാനഡ, 2 മെക്സിക്കോ, 3 ഡൊമിനിക്കൻ റിപ്പബ്ലിക്, 4 ക്യൂബ, 5 നമ്മുടെ പനാമ, 6 ജമൈക്ക, ബഹാമസ്, അങ്ങനെ എല്ലാം കൂടി ഒരു 23 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. ഏഷ്യയിൽ എല്ലാം കൂടെ ഏകദേശം 48 രാജ്യങ്ങളാണ് ഉള്ളത്.
ഇനി നമ്മൾ ഈ രണ്ട് ഭൂഖണ്ഡങ്ങളുടെയും പോപ്പുലേഷനെ കുറിച്ച് നോക്കാം. ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിലും എത്രയാണ് നിലവിലെ ജനസംഖ്യ? 2021 കണക്കനുസരിച്ച് ഏഷ്യയിൽ ഏകദേശം 470 കോടിയോളം ജനങ്ങളുണ്ട്. 2021 കണക്കനുസരിച്ചാണ്. അതായത് ഇന്ന് ഏകദേശം 500 കോടിക്കടുത്ത് ജനങ്ങൾ ഏഷ്യയിൽ ഉണ്ടാകാം എന്ന് കരുതുന്നു. ഇനി നോർത്ത് അമേരിക്കയിലെ കാര്യമെടുത്താൽ 2021 കണക്കനുസരിച്ച് ഏകദേശം 60 കോടിക്കടുത്ത് ജനസംഖ്യയാണുള്ളത്. അപ്പോൾ നോർത്ത് അമേരിക്കയുടെ എത്ര മടങ്ങ് കൂടുതൽ ആളുകൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുണ്ട് എന്നൊന്ന് ആലോചിക്കുക. ഇനി നമുക്ക് GDP നോക്കാം. ഏഷ്യയുടെ നോമിനൽ GDP എന്ന് പറയുന്നത് 2022 കണക്കനുസരിച്ച് 39 ട്രില്യൺ ആണ്. അതേസമയത്ത് നോർത്ത് അമേരിക്കയുടെ നോമിനൽ GDP 29 ട്രില്യനുമാണ്. അതായത് ടോട്ടൽ GDPയുടെ കാര്യത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡം നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കാൾ മാത്രമല്ല ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങളെക്കാളും മുന്നിൽ തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ GDP ഉള്ള ഭൂഖണ്ഡം ഏഷ്യയാണ്. 39 മുതൽ 40 ട്രില്യൺ വരെ ഉണ്ട്. അതേസമയത്ത് നോർത്ത് അമേരിക്കയ്ക്ക് 29 ട്രില്യൺ ആണ് അവരുടെ നോമിനൽ GDP. ഇനി പർച്ചേസ് പവർ പാരിറ്റി നോക്കിയാലും ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെത് 72.7 ട്രില്യനും നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെത് 30.6 ട്രില്യനുമാണ്. അപ്പോൾ വലിയൊരു ഡിഫറൻസ് ടോട്ടൽ GDPയുടെ കാര്യത്തിലുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏകദേശം 8,900 അതേസമയത്ത് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെത് ഏകദേശം 57,410. അപ്പോൾ പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡം മുന്നിലാണ്, ഏഷ്യൻ ഭൂഖണ്ഡം അക്കാര്യത്തിൽ പിറകിലുമാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള മതങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ ഇസ്ലാം മതം ഒന്നാമതാണ് 28%, രണ്ടാമത് ഹിന്ദു മതമാണ് 22%, മൂന്നാമത് നോ റിലീജിയൻ ആണ് 13.9%, നാലാമത് ബുദ്ധിസമാണ് 11.1%, അഞ്ചാമത് ചൈനീസ് ഫോക്ക് റിലീജിയൻ ആണ് 9.7%, ആറാമത് ക്രിസ്ത്യാനിറ്റിയാണ് 8.4%. മറ്റ് എത്നിക് റിലീജിയൻസും പുതിയ റിലീജിയനും എല്ലാം കൂടെ ഒരു 5-6% അതുമുണ്ട്. അതേസമയത്ത് നോർത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനിറ്റിയാണ് 74.6%, നോ റിലീജിയൻ ഏതാണ്ട് 19.2%, ജൂതമതം ഏതാണ്ട് 1.6%, ഇസ്ലാം മതം 1.3%, ബുദ്ധമതം 1.2%, ഹിന്ദുമതം 0.8%മാണ് നോർത്ത് അമേരിക്കയിൽ. അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം മതം ഒന്നാമത്, യഥാക്രമം ഹിന്ദുമതം 2, മതമാണെങ്കിൽ മൂന്നാമത് ബുദ്ധമതം, ഇങ്ങനെയാണ് വരുന്നത്. ക്രിസ്ത്യാനിറ്റി വളരെ കുറവാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ. എന്നാൽ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും കൂടുതൽ, ബുദ്ധമതവും ഹിന്ദുമതവും ഇസ്ലാം മതവും ഒക്കെ വളരെ കുറവുമാണ്. നോർത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട 3 ശക്തികൾ എന്ന് പറയാവുന്നത് 1 അമേരിക്ക, 2 കാനഡ, 3 മെക്സിക്കോയാണ്. എന്നാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആണവ ശക്തികൾ തന്നെ ഒരുപാടുണ്ട്. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ആണവ ശക്തികളായിട്ട് അമേരിക്ക മാത്രമേ ഉള്ളൂ എങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഉത്തര കൊറിയയുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇസ്രയേലുണ്ട്. 6 രാജ്യങ്ങൾക്ക് ആണവായുധങ്ങളുണ്ട്. ഇറാനും ആണവായുധം കണ്ടുപിടിക്കുന്നതിന് അരികിലെത്തിയിട്ടുള്ള രാജ്യമാണ്. അങ്ങനെ ഇത്രയും രാജ്യങ്ങൾക്ക് ഇവിടെ ആണവായുധം മാത്രമുണ്ട്. എന്നിരുന്നാലും ഏഷ്യയിലെ പ്രബല ശക്തികൾ എന്ന് പറയുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയുമാണെന്നാണ് പൊതുവെ കരുതുന്നത്. റഷ്യ ഒരു യൂറേഷ്യൻ രാജ്യമാണ്, പക്ഷേ റഷ്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഏഷ്യയിലാണ്. യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ കുറവാണ് അവിടെ, പക്ഷേ പോപ്പുലേഷൻ കൂടുതലുണ്ട്. യൂറേഷ്യൻ രാജ്യമെന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി തട്ടി നിൽക്കുന്നത് പോലെയാണ് ഈ ഒരു റഷ്യയുടെ ഒരു ഭൂപ്രദേശം കിടക്കുന്നത്. അതൊരു ഏഷ്യൻ രാജ്യമായിട്ട് പൊതുവെ പരിഗണിച്ചു വരുന്നു. അപ്പൊ ഏഷ്യയിലെ പ്രബല ശക്തികളാണ് റഷ്യ, ചൈന, ഇന്ത്യ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്ത് അമേരിക്കയും ഏഷ്യയും തമ്മിലുള്ള ഒരു സൈനിക കമ്പാരിസൺ ആണ്, മിലിറ്ററി കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മൾ നോർത്ത് അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ US ആണ് പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. US ആണ് അവിടുത്തെ ഏറ്റവും ശക്തമായ രാജ്യവും. ഏതാണ്ട് 800 ബില്യൺ ആണ് അവരുടെ ഒരു മിലിറ്ററി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇയർലി വരുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത് വരുന്നത് കാനഡയാണ്. ഏഷ്യയിലെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ട് ചൈന 227 ബില്യൺ വരെ ഡിഫൻസ് ബഡ്ജറ്റ് ഉള്ള രാജ്യമാണ്. അതുപോലെ തന്നെ റഷ്യ 109 ബില്യൺ ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ട്. ഇന്ത്യ 80 ബില്യൺ അടുത്ത് ഡിഫൻസ് ബഡ്ജറ്റ് ഉള്ള രാജ്യമാണ്. കൂടാതെ സൗദി അറേബ്യ, ജപ്പാൻ, അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളും ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഏഷ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഏതാണ്ട് 750 മുതൽ 800 ബില്യൺ ഡിഫൻസ് ബഡ്ജറ്റ് എല്ലാ ഏഷ്യൻ രാജ്യങ്ങൾക്കും കൂടി ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ US ഒറ്റയ്ക്ക് തന്നെ 831 ബില്യൺ ആണ് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ്. അത് തന്നെയാണ് അമേരിക്കയുടെ പ്രാധാന്യം. അപ്പോൾ നോർത്ത് അമേരിക്ക മൊത്തത്തിൽ വരുമ്പോൾ ഏകദേശം 1000 എന്ന് പറയുന്ന ഒരു ഫിഗറിനടുത്ത് ഡിഫൻസ് ബഡ്ജറ്റ് നോർത്ത് അമേരിക്കയ്ക്ക് ഉണ്ടാവണം. ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന് 800
എന്ന് പറയുന്ന അല്ലെങ്കിൽ 800-850 വരെയൊക്കെ പരമാവധി പോകാം ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ടാവണം. അപ്പോൾ ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ US എന്ന് പറയുന്ന ഒറ്റ രാജ്യമുള്ളത് കൊണ്ട് നോർത്ത് അമേരിക്ക ഏഷ്യയേക്കാൾ മുന്നിലാണ് എന്ന് കാണാം. നോർത്ത് അമേരിക്കയിൽ എല്ലാം കൂടി ഒരു 20 ലക്ഷത്തിനകത്ത് ഒരു 16-17 ലക്ഷത്തോളം മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് ടോട്ടൽ ഉള്ളത്. ഏഷ്യയിൽ ഇത് ഏതാണ്ട് 1 കോടിക്ക് മുകളിൽ വരും. ഏഷ്യൻ രാജ്യങ്ങളുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർ, ആക്റ്റീവ് മിലിറ്ററി ഉദ്യോഗസ്ഥരെല്ലാം കൂടെ 1 കോടിക്ക് മുകളിൽ വരും. ചൈനയ്ക്ക് തന്നെ 20 ലക്ഷമുണ്ട്, ഇന്ത്യക്ക് 15 ലക്ഷത്തോളം ഉണ്ട്, ജപ്പാൻ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്തുണ്ട്, സൗത്ത് കൊറിയയ്ക്ക് 6-7 ലക്ഷമുണ്ട്, പാകിസ്ഥാന് 6-7 ലക്ഷമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉത്തര കൊറിയയ്ക്ക് 13.5 ലക്ഷത്തോളം ഉണ്ട്, റഷ്യയ്ക്ക് 13.5 ലക്ഷത്തോളം ഉണ്ട്. അങ്ങനെ ഉക്രൈൻ ഇപ്പോൾ യുദ്ധത്തിലാണ്, എന്നാലും ഉക്രൈനും ഉണ്ട് ഏകദേശം 9 ലക്ഷത്തോളം പട്ടാളക്കാർ. അങ്ങനെ മിനിമം 1 കോടി കൂടുതൽ പട്ടാളക്കാർ ഏഷ്യയിൽ ഉണ്ടാവും. ഇനി ആകെ ആണവായുധ എണ്ണം എടുക്കുകയാണെങ്കിൽ ഓൾറെഡി അമേരിക്കയേക്കാൾ മുമ്പിലാണ് അക്കാര്യത്തിൽ റഷ്യ. 5600 മുതൽ 6000-നിടയിൽ ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലുണ്ട്. US-ന്റെ കയ്യിൽ 5000 എണ്ണമാണുള്ളത്. കൂടാതെ ചൈനയ്ക്ക് 500, ഇന്ത്യക്ക് 172, പാകിസ്ഥാന് 168 മുതൽ 170, ഇസ്രയേലിന് 90, നോർത്ത് കൊറിയയ്ക്ക് 50. അപ്പോൾ ഏഷ്യയിൽ ഇത്രയും രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും US-നേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. നോർത്ത് അമേരിക്കയിൽ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതും എടുത്തു പറയണം. നോർത്ത് അമേരിക്കയിൽ അമേരിക്കയുടെ കയ്യിലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യം. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്ക അപേക്ഷിച്ച് ദുർബലമാണ്. ഏറ്റവും മികച്ച ആയുധങ്ങളൊക്കെ അമേരിക്കയ്ക്കാണുള്ളത്, പിന്നെ കാനഡയ്ക്കുണ്ടെന്ന് പറയാം. അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏഷ്യൻ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഈ ഏഷ്യയും നോർത്ത് അമേരിക്കയും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഭൂഖണ്ഡങ്ങളായതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അത് US മാത്രമാണെങ്കിൽ ഏഷ്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ കയ്യിലുണ്ട്, ചൈനയുടെ കയ്യിലുണ്ട്, നോർത്ത് അമേരിക്കയുടെ കയ്യിലുണ്ട്, അതോടൊപ്പം റഷ്യയുടെ കയ്യിലുണ്ട്, ഒപ്പം ഇസ്രയേലിന്റെ കയ്യിലുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമാണെങ്കിൽ അഗ്നി മിസൈലുകൾ, അഗ്നി 5, 6, സൂര്യ മിസൈലുകൾ, അത് യഥാക്രമം 8 മുതൽ 10, 10 മുതൽ 12, 12-ന് ശേഷം 16,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. അമേരിക്ക മുഴുവൻ കവറാവുന്ന മിസൈലുകളുണ്ട്. 12,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ നോർത്ത് അമേരിക്കയുടെ കയ്യിലുണ്ട്. റഷ്യയുടെ കയ്യിലും 16,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളുണ്ട്. ചൈനയുടെ കയ്യിൽ 15,000 വരെ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളുണ്ട്. ഇസ്രയേലിന്റെ കയ്യിൽ 11,500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളുണ്ട്. ഒപ്പം റഷ്യയുടെ കയ്യിൽ ചില മിസൈലുകൾക്ക് 18,000 വരെ കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നും പറയപ്പെടുന്നു. അമേരിക്കയുടെ കയ്യിലാകട്ടെ പരമാവധി 13 മുതൽ 14,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് ഉള്ളത്. മിസൈൽ ടെക്നോളജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ ഒട്ടും മോശമല്ല. അത് റഷ്യയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. തൊട്ടുപുറകിൽ തന്നെ ഇന്ത്യയും ചൈനയും ഉത്തര കൊറിയയും ഉണ്ട്. ഈ രാജ്യങ്ങൾ മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് വരുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയുടെ മിസൈലുകൾ മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഐറ്റങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി എയർക്രാഫ്റ്റുകൾ നോക്കുകയാണെങ്കിൽ റഷ്യയുടെ കൈവശം വളരെ ശക്തമായ എയർക്രാഫ്റ്റുകൾ സ്വന്തമായിട്ട് തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ. അവരുടെ കൈവശമുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യമാണ് റഷ്യ. ടെക്നോളജിക്കലി അമേരിക്കയ്ക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. മികച്ച യുദ്ധവിമാനങ്ങൾ അവരുടെ കൈവശമുണ്ട്. എന്നാൽ അമേരിക്കയുടെ F-22 റാപ്റ്റർ ഒരു പടി മുമ്പിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ മറികടക്കാൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ശക്തമായ രാജ്യങ്ങളുടെ എല്ലാം കയ്യിൽ എയർക്രാഫ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. റഷ്യയുടെ കയ്യിൽ മാത്രമല്ല, റഷ്യയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, ജപ്പാനും സൗത്ത് കൊറിയയ്ക്കുമുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ കൈവശമുണ്ട്. ഇവയിൽ പലതും അമേരിക്കൻ നിർമ്മിത എയർക്രാഫ്റ്റുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിത് കമ്പാരിസൺ നടത്തുന്നത് 2 ഭൂഖണ്ഡങ്ങൾ തമ്മിലാണ്. അതുകൊണ്ട് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളും ഇതിനകത്തുണ്ട്. നാളെ ഏഷ്യയും അമേരിക്കൻ ഭൂഖണ്ഡവും തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല. ഒരു കമ്പാരിസനാണ്. അപ്പോൾ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വരെ ഏഷ്യൻ രാജ്യങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയ്ക്ക് അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലെന്ന് മാത്രമല്ല, നോർത്ത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. കാരണം നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ US മാത്രമാണ് പവർഫുൾ. കാനഡയൊക്കെ അമേരിക്കയുടെ ആശ്രിത രാജ്യമാണ്. എന്നാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അങ്ങനെയല്ല. അത് ഇവിടെ മൾട്ടിപോളാർ ഒരു വേൾഡാണ് ഏഷ്യ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ പവേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആയുധ ശേഖരം ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. അവരുടെയൊക്കെ കയ്യിൽ വ്യത്യസ്തങ്ങളായ ടെക്നോളജികളുണ്ട്. മറ്റത് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളുടെ കയ്യിൽ US ടെക്നോളജി മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ തനത് ടെക്നോളജി ഉണ്ട്. US-നുണ്ട്, ഈ പറയുന്ന റഷ്യയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ജപ്പാനുണ്ട്, കൊറിയയ്ക്കുണ്ട്. അവർക്കൊക്കെ അവരുടേതായ ടെക്നോളജി ഉണ്ട്. ഈവൻ പാകിസ്ഥാന് പോലുമുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ ടോട്ടൽ GDP-യുടെ കാര്യത്തിൽ
ഏഷ്യൻ ഭൂഖണ്ഡം മുന്നിലാണെങ്കിലും പെർ ക്യാപിറ്റയിൽ അമേരിക്കൻ ഭൂഖണ്ഡം മുന്നിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളോഹരി വരുമാനം എന്ന നിലയിൽ നോക്കിയാൽ അമേരിക്ക സമ്പന്നമാണെന്ന് പറയാം. അമേരിക്കൻ ഭൂഖണ്ഡം ടോട്ടൽ GDPയുടെ കാര്യത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡം സമ്പന്നമാണ്. മാത്രമല്ല ഏറ്റവും വലിയ വിപണിയും അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കാളും ഏഷ്യൻ ഭൂഖണ്ഡമാണ്. ആൾബലം കൊണ്ടും ലാൻഡ് ഏരിയയുടെ ഒരു വലുപ്പം കൊണ്ടും ഏഷ്യൻ ഭൂഖണ്ഡം അമേരിക്കയുടെ മുകളിൽ തന്നെയാണ്. ഇനി മിലിറ്ററി സ്ട്രെങ്ത് നോക്കിയാലും ഏഷ്യൻ ഭൂഖണ്ഡം അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കാൾ ശക്തമാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ അമേരിക്ക എന്ന വൻ ശക്തിയുടെ കഴിവുകളെ വില കുറച്ച് കാണാനും കഴിയില്ല. അവരുടെ കൈവശം ബോംബർ വിമാനങ്ങളുണ്ട്. സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുള്ള അവരുടെ ബോംബർ വിമാനങ്ങൾക്ക് ഏഷ്യയിൽ പലയിടത്തും ബോംബാക്രമണം നടത്താനുള്ള ശേഷിയുണ്ട്. അതേസമയത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ കൈവശം അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും മറ്റുമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമണങ്ങൾ നടത്താൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും പറ്റും. ആണവ ശക്തികളുമാണ് ഏഷ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടെ അമേരിക്കയ്ക്കും വലിയ വില കൊടുക്കേണ്ടി വരും. അമേരിക്കയുടെ കൈവശം വിമാനവാഹിനി കപ്പലുകളുണ്ട്. അത്രയും എണ്ണം തന്നെ വിമാനവാഹിനി കപ്പലുകൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുമുണ്ട്. വിശേഷിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഈ പറയുന്ന വിമാനവാഹിനി കപ്പലുകൾ ഏഷ്യയിലുള്ളതായി കാണാം. എന്നാൽ അമേരിക്കയുടേത് ടെക്നോളജിക്കലി കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളുടെ കൈവശമുണ്ട്. വിശേഷിച്ച് റഷ്യയ്ക്കുണ്ട്. ചൈനയുടെ J-20 പോലെയുള്ള വിമാനങ്ങളുമുണ്ട്. ഇന്ത്യയുടെ കൈവശം 4.5 തലമുറയിൽപ്പെടുന്ന വിമാനങ്ങളാണ് ഉള്ളത്. ഇന്ത്യ 5ാം തലമുറ വിമാനം നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഭാവിയിൽ അത് യാഥാർത്ഥ്യമായേക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏഷ്യൻ ഭൂഖണ്ഡം എന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണെന്ന് കാണാം. എന്നാൽ അമേരിക്കയുടെ ടെക്നോളജിയെയും അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെ മുൻതൂക്കത്തെയും നമുക്ക് വില കുറച്ച് കാണാനും പറ്റില്ല. ഒരു ഭൂഖണ്ഡം എന്ന നിലയിൽ നോക്കുമ്പോൾ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കാൾ ഏറെ മുന്നിലാണ് ഏഷ്യൻ ഭൂഖണ്ഡം. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രബല ശക്തികൾ ഒന്നിച്ചു നിന്നാൽ അമേരിക്കയ്ക്ക് ഇവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. കാരണം അങ്ങ് ദൂരെ കിടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡവുമായിട്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിന് വ്യാപാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏഷ്യൻ ശക്തികൾക്ക് സത്യത്തിൽ അത് നിർബന്ധമുള്ള കാര്യമില്ല. തൊട്ടടുത്ത് കിടക്കുന്ന യൂറോപ്പുമായും ആഫ്രിക്കയുമായിട്ടും വ്യാപാരം നടത്തുന്നതാണ് ഏഷ്യൻ ശക്തികൾക്ക് കൂടുതൽ എളുപ്പം. അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡവുമായിട്ടുള്ള വ്യാപാരവും വളരെ എളുപ്പമാണ് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. അപ്പോൾ ഏഷ്യൻ ശക്തികൾ ഒന്നിക്കുകയാണെങ്കിൽ സത്യത്തിൽ അമേരിക്ക അപ്രസക്തമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അങ്ങ് ദൂരെ കിടക്കുന്ന അമേരിക്ക ഇങ്ങ് ഏഷ്യയിൽ വന്ന് കളിക്കാൻ എക്കാലവും ശ്രമിക്കുന്നത്. ഏഷ്യയിൽ ഒരു പിടിയില്ലെങ്കിൽ അമേരിക്ക ഒന്നുമല്ലാതായി തീരും. ഏഷ്യയിലെ പ്രബല ശക്തികളായ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരിക്കലും ഒന്നിക്കരുത് എന്ന് ആണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി കോംബോയാണെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയുടെ കാര്യം മറക്കേണ്ട. ഈ മാസം 31-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു NFOയിലൂടെ ടാക്സ് ബെനിഫിറ്റ് അടക്കമുള്ള കാര്യങ്ങളും ലഭ്യമാകുന്നതാണ്. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക.